കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ അറിയും ആരാണ് എന്താണെന്നൊക്കെ. ഇനി 6 മാസം, ഈ 30-ാം തീയതി കഴിഞ്ഞ 1-ാം തീയതി മുതലുള്ള ഏപ്രിൽ 1 മുതലുള്ള 6 മാസക്കാലം പുതിയ മേൽശാന്തിയാണ്. ആരായിരിക്കും എന്നറിയില്ല. ഇതുവരെ ഉണ്ടായിരുന്ന, അതായത് ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ആരെങ്കിലും ആണോ എന്നും അറിയില്ല, അതോ ഇനി പുതിയതായിട്ട് ആരാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഗുരുവായൂരപ്പനെ സേവിക്കാൻ കഴിയുന്ന എന്താ പറയുക, അത്രയും മഹത് വ്യക്തി ആരാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കിന്ന് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അതിന് ശേഷം ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വന്നതിന് ശേഷം അപ്പോൾ നമുക്ക് കാണാം കൊടിമരം, അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വാതിൽപ്പടി കയറുകയാണ് അകത്തേക്ക്. അങ്ങനെ കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്ക് ഇങ്ങനെ കാണാം ചില്ലുകൂട്ടിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. നിത്യവും എവിടെ എന്ത് കാഴ്ച കണ്ടാലും ഒക്കെ മനോഹരം തന്നെയാണ്. അതേപോലെ നിറയെ പ്രകാശവും ഉണ്ടാവും. കാരണം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിൽ നെയ്യ് ഇങ്ങനെ ഒഴിച്ച് അതിങ്ങനെ കത്തിക്കുന്ന ദീപനാളങ്ങളുടെ ആ പ്രഭ വളരെ മനോഹരമാണ്. ആ ഒരു മണവും അതൊക്കെ ഒരു ചന്ദനത്തിൻ്റെയും നെയ്യിൻ്റെയൊക്കെ ഒരു മണമൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്ത് രസമാണെന്നറിയോ. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് നോക്കുമ്പോൾ ഇന്ന് കാണാനുള്ളത് ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്, പട്ടുകോണകം ഉടുത്തിട്ടുണ്ട്, ഊഞ്ഞാലാണ്, കളഭം കൊണ്ട് ഊഞ്ഞാൽ ചാർത്തിയിട്ടുണ്ട്. ആ ഊഞ്ഞാലിൻ്റെ മുകളിൽ ഉണ്ണീനെ ഇരുത്തിയിട്ടുണ്ട്. ഉണ്ണി ഇങ്ങനെ ഇരുന്ന് ആടാനുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്, ഒരു പൊന്നോടക്കോഴിൽ ഇങ്ങനെ ഇടതുവശത്ത് അരയിൽ തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 കൈ കൊണ്ടും ആ ഊഞ്ഞാലിൻ്റെ വള്ളി ഇങ്ങനെ പിടിച്ച് ആടുകയാണ് കേട്ടോ. അതാണ് ഇന്നത്തെ കാഴ്ച. അപ്പോൾ അങ്ങനെ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സന്തോഷമാണെന്നറിയോ. ഊഞ്ഞാലാടാൻ കിട്ടിയ സമയമല്ലേ. അതുണ്ട്. അപ്പോൾ തിരുനെറ്റിയിലൊരു ഗോപീതിലകം കാണാണ്ട്, പിന്നെ ഒരു കഴുത്തിലൊരു കാശിമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ കൈവളകൾ, തോൾവളകൾ ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കളഭം കൊണ്ട് നല്ലൊരു പീലി ചാർത്തിയിട്ടുണ്ട്. പിന്നെ തിരുമുടിമാലകളുണ്ട്. തിരുമുടിമാലകൾ 3 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള ഏകദേശം അതേപോലെ തന്നെ. പിന്നെ ഉണ്ടമാലയാണ് ഒരെണ്ണം, ഒരു ഉണ്ടമാല. അത് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ് ധാരാളവും തെച്ചിയും തുളസിയും കുറച്ചും അങ്ങനെ ആയിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എന്നിട്ട് ആ ഗുരുവായൂരപ്പനെ അങ്ങനെ പ്രാർത്ഥിക്കുക. ആ ഉണ്ണിക്കണ്ണനെ, ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ മനസ്സിലിങ്ങനെ വിചാരിച്ച്, അപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കളിക്കണ് കാണാം നമ്മുടെ മനസ്സിൽ. അതിങ്ങനെ കാണുക. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലുള്ള ചെറിയ ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് പോകുമ്പോൾ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി അതിനുശേഷം നമ്മളിങ്ങനെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ്
നേരെ മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കാണാം. അത് കണ്ട് തൊഴുത് പിന്നെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നേരെ വന്ന് ആ താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ തന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരി മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ടൊന്ന് പ്രദർശനം ചെയ്ത് അങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ നമ്മൾ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദർശനം ചെയ്ത് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അത് കണ്ട് തൊഴുത് പിന്നെ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിൽ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് ഭഗവാനെ കണ്ട് തൊഴുത് നമ്മൾ തെക്കേ വശത്തേക്ക് വന്ന് കൂവളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. കുറച്ച് കഴിയുമ്പോഴേക്ക് പുതിയ മേൽശാന്തി ആരാണെന്നറിയാം. അത് നമുക്ക് അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇടാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.